ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ ബജി ഉണ്ടാക്കാമേ. അപ്പം എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അതിനു വേണ്ടി ഞാൻ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് നല്ല റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി വേണ്ട, നൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടി ഈ ഒരു കപ്പിൽ 1 കപ്പ് കടലമാവ്, അത് കഴിഞ്ഞ് ഈ ഒരു കപ്പിൽ 1/4 കപ്പ് അരിപ്പൊടി, നൈസായിട്ടുള്ള ഇടിയപ്പപ്പൊടി തന്നെ വേണേ. എന്നിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ കൂടി വേണം. ഇനി നല്ല മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണ്, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി 1/4 ടീസ്പൂണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത്, നമ്മൾ ദോശമാവ് തലേന്ന് അരച്ച് വെച്ച ദോശമാവ് ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ദോശമാവും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം. അത് നമ്മളിവിടെ മെയിനായിട്ട് ചേർക്കുന്നത് സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നതിന് പകരം ദോശമാവാണ് ഞാൻ ചേർക്കുന്നത്. ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്, നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ അരച്ച് വെച്ചിട്ട് അരച്ച മാവ് ഇരിപ്പുണ്ടെങ്കിൽ അത് ഇന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചായിട്ട് ആ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല എന്ന് വെച്ചാൽ ബാറ്ററായില്ല, പൊടിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചില്ല, അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒരു ചെറിയ കട്ട പോലും കാണാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിലാവുമ്പം നിർത്തുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നോക്കി ഒഴിച്ച് വേണം, ഒരുപാട് കട്ടി ഒരുപാട് ലൂസും ആകരുത്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. വെച്ച് കുറേ നേരം ബാറ്റർ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചീനിച്ചട്ടിക്കകത്തോട്ട് ഞാൻ ആ പൊടിയെടുത്ത അതേ കപ്പിൽ 2 കപ്പ് വെളിച്ചെണ്ണ ഇട്ടിട്ട് അത് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് വറുത്തെടുക്കാൻ. ആ സ്ലൈസാക്കി വെച്ച സവാള ഈ ബാറ്ററിനകത്തോട്ട് മുക്കി നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് അതിൻ്റെ ഒരു സൈഡ് ഒരു 1/4 ഇതുവരെ മൊരിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ സൈഡിലോട്ട് തിരിച്ചിടാനും. അല്ലെങ്കിൽ നമ്മൾ മൊരിയുന്നതിന് മുമ്പേ തിരിച്ചിടാൻ പോയാൽ നമ്മൾ ബാറ്റർ അതിൻ്റെ മാവൊക്കെ ചീനിച്ചട്ടിയിലൊക്കെ പറ്റി അതിൻ്റെ ആ കോട്ടിങ് തന്നെ ഇളകിപ്പോവും. അതുകൊണ്ടാണ് പകുതി അല്ലെങ്കിൽ 1/4 മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആകണ്ട, നന്നായിട്ട് നമുക്കത് മനസ്സിലാകും. ആ മൊരിഞ്ഞ് വരുന്ന ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്നത് മാറ്റി ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റണം. അപ്പം കണ്ടോ, നല്ല ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാകും. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പം ഇത് സോസ് മുക്കിയോ അല്ലെങ്കിൽ പുതിന ചട്നി മുക്കിയിലൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്